കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ സംസ്ഥാനത്ത് PSC വഴിയുള്ള സ്ഥിരം നിയമനങ്ങളിൽ കുറവ്. റാങ്ക് ലിസ്റ്റിൽ നോക്കുകുത്തിയായി ഇടതുപക്ഷ അനുഭാവികളെ പിൻവാതിൽ വഴി തിരികെ കയറ്റിയതാണ് ഈ പ്രതിസന്ധിക്ക് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. പോലീസ് കോൺസ്റ്റബിൾ പട്ടികയിൽ ഉൾപ്പെടെ SFI നേതാക്കളുടെ വീട്ടിൽ നിന്നും PSC ഉത്തരക്കടലാസുകൾ കണ്ടെത്തിയ സംഭവം ഈ ക്രമക്കേടുകളുടെ ആഴം വ്യക്തമാക്കുന്നതാണ്. ജ്യോതിഷ് ജനാർദ്ദനൻ വിശദാംശങ്ങൾ നൽകാനായി ചേരുകയാണ്. ജ്യോതിഷ്, ഈ ഉദ്യോഗാർത്ഥികളായി നിൽക്കുന്ന ഒരുപാട് ആളുകൾക്ക് അവർക്ക് നിയമനം കിട്ടുന്നില്ല എന്നതിൻ്റെ പേരിൽ വലിയ പ്രതിഷേധങ്ങളൊക്കെ കഴിഞ്ഞ 10 വർഷം നമ്മൾ സെക്രട്ടേറിയറ്റ് മുന്നിൽ കണ്ടതാണ്. ഇപ്പോഴീ പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്താണ്? ഗൗതം, തീർച്ചയായിട്ടും നമ്മൾ എല്ലാ കാലവും സംസ്ഥാനത്ത് ഇപ്പം സർക്കാർ ജോലി എന്നുള്ളത് ഏതൊരു വ്യക്തിയുടെയും ഒരു ആഗ്രഹമാണ്. അതുപോലെ തന്നെ ഉള്ളൊരു ആവശ്യമായിരുന്നു ഇത്. പക്ഷെ കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ PSC നിയമനം കാര്യമായി നടക്കുന്നില്ല. പിൻവാതിൽ നിയമനമാണ് നടക്കുന്നത്. ഏതാണ്ട് ഓരോ വർഷവും ഏതാണ്ട് 50,000 വ്യത്യാസത്തിലാണ് നിയമനങ്ങളുടെ വ്യത്യാസമാണ് വന്നിരിക്കുന്നത്. അത് വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ അതിന്റെ പേരിൽ നടക്കുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ നമ്മൾ നിരവധി പ്രതിഷേധങ്ങൾ കണ്ടിട്ടാണ്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പിണറായി സർക്കാരിന്റെ കാലത്ത് വലിയ രീതിയിലുള്ള നിയമനത്തിന്റെ കുറവാണ് സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല, പിൻവാതിൽ നിയമനവും നടന്നിട്ടുണ്ട്. അത് SFI ഗൗതം പറഞ്ഞ പോലെ തന്നെ SFIക്കാരാണ്, അതുപോലെ തന്നെ ഇടതുപക്ഷ അനുഭവമുള്ളവരെയാണ് പിൻവാതിൽ നിയമനം നടത്തുന്നതിലൂടെ സർക്കാർ സർവീസിലേക്ക് കയറ്റുന്നത്. ചോദിക്കുമ്പോൾ ഒഴിവില്ല എന്നാണ് പറയുന്നത്. പക്ഷേ സർക്കാർ ഇടതുപക്ഷ അനുഭാവികളെ സർക്കാർ ഈ ഓരോ പ്രത്യേകിച്ച് പോലീസ് തസ്തികയിലേക്കെല്ലാം തിരികെ കയറ്റുന്നുണ്ടെന്ന് നമുക്ക് വ്യക്തമാണ്. കാരണം കഴിഞ്ഞ ഈ പോലീസ് ഗുണ്ടായുസങ്ങളാണ് കഴിഞ്ഞ കാലഘട്ടത്തിൽ കേരളത്തിൽ ഉടനീളം നടന്നത്. അത് ഇത്തരത്തിൽ പിൻവാതിൽ വഴി തിരികെ കയറ്റി SFI പ്രവർത്തകരെ ഉൾപ്പെടെ SFIക്കാരായവരുൾപ്പെടെയുള്ളവരാണ് ഈ പോലീസ് സർവീസിലേക്ക് കയറിയിരിക്കുന്നത്. അത് വ്യക്തമായ പരീക്ഷകൾ എഴുതിയല്ല ഇവർ ഈ സർവീസിലേക്ക് കയറിയത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത്. അത് മാത്രമല്ല, വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. കേരള പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷയുടെ റാങ്ക് പട്ടിക പുറത്തു വന്നപ്പോൾ തന്നെയാണ് ഈ ശിവരഞ്ജിത്തും അതുപോലെ തന്നെ നസീമൊക്കെ കോപ്പി അടിച്ചൊക്കെയാണ് ഈ സർവീസിൽ കയറിയെന്ന പിൻകാലങ്ങൾ തെളിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, പോലീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അതുപോലെ തന്നെ മറ്റു വകുപ്പുകൾ, അതായത് ഫോറസ്റ്റ്, അതുപോലെ തന്നെ എക്സൈസ് തുടങ്ങിയ വകുപ്പുകളിലൊക്കെ പിൻവാതിൽ വഴി നിയമനങ്ങൾ ഇടതുപക്ഷ സർക്കാരിന്റെ പ്രത്യേകിച്ച് പിണറായി സർക്കാരിന്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. മാത്രമല്ല, ജ്യോതിഷ്, എന്തായാലും ഈ PSC നിയമനവുമായി ബന്ധപ്പെട്ട് പിൻവാതിൽ നിയമനങ്ങൾ വ്യാപകമായി നടന്നത് യഥാർത്ഥ ഉദ്യോഗാർത്ഥികളെ വലിയ തോതിൽ കുഴപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പ്രതിസന്ധികൾ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അനുഭവിക്കുകയാണ്. ജ്യോതിഷ് ജനാർദ്ദനാണ് വിശദാംശങ്ങൾ നൽകിയത്.